Yes, okay. So finite element method ഒരു സാമ്പിൾ പ്രോബ്ലം നമ്മൾ ചെയ്ത പ്രൊസീജിയർ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയ പേജ് പോയി തോന്നല്ലോ. ഓക്കെ ഓക്കെ, സോ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. നമുക്ക് consider a bar as shown in the figure, an axial load in between an axial load act ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു കേസിൽ we have solved ആദ്യം കംപ്ലീറ്റ് നമ്മൾ മാട്രിക്സ് ഫോമിലേക്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. അതിനുശേഷം അതിന്റെ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തു. അതിനുശേഷം ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരം ഒരു സിമ്പിൾ ഫോമിലേക്ക് വരും. ആൻഡ് ദെൻ we have solved it. Okay, right, yes, okay. So, and then we have solved it and found out the stress acting on each material, like strain acting on each material ഒരു എലമെന്റ് നോക്കി അതിനുശേഷം സ്ട്രെസ് ആക്ടിങ് ഓൺ ഈച്ച് എലമെന്റും നമ്മൾ കണ്ടെത്തി. പക്ഷെ ഇത് മാത്രമല്ല, നമ്മൾ ക്വസ്റ്റ്യൻ ലാസ്റ്റ് പറഞ്ഞ ഒരു സാധനം ഫൈൻഡ് റിയാക്ഷൻ ഫോഴ്സും കൂടെ പറയുന്നുണ്ട് അല്ലെ ക്വസ്റ്റ്യനിൽ. റിയാക്ഷൻ ഫോഴ്സ് റൈറ്റ് അല്ലേ? Yes, sir. Yes. Okay. So then our last step is reaction force. Okay. So your equation for reaction force is actually, so your reaction force, your C part, so your reaction force R can be found out using the relationship K into U minus external force. So you will get the value. Okay, so then your reaction at 1, reaction at 2 and reaction at 3, മൂന്ന് നോഡിലെ reactions, okay, is equal to K into U. K value നമുക്കറിയാം എത്രയാണ്? 5.6 minus 5.60 minus 5.6 minus 3 0 minus 3, sorry, ഇത് 8.6 ആണോ? 8.6 minus 3 and 3 into U1, U2, U3 minus your force values, which are F1, F2 and F3. Okay, so നമുക്കറിയാം F1 0 ആണ്, F2 ന് ഒരു വാല്യൂ ഉണ്ട്, F3 ക്ക് ഒരു വാല്യൂ ഉണ്ട്. U1, U2, U3 വാല്യൂസ് ഒക്കെ നമുക്കറിയാം. കറക്റ്റ് ആയ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് ഫൈൻഡ് ദ റിയാക്ഷൻസ്. ചെയ്തോ ലാസ്റ്റ് സ്റ്റെപ്പ്, ഫൈൻഡ് ദ റിയാക്ഷൻ. Yeah.
കഴിഞ്ഞോ? കിട്ടിയോ? Reactions R1, R2, R3. കിട്ടിയോ? So answer your attendance. Advait. Advait. Ajay. Sir. Akhil. Present, sir. Akshay Krishna. Sir. Akshay Krishna T. Akshay Rajan Nambiar. Sir, Akshay messaged. Amarnath. Present, sir. Clint. Clint. Diljit. Diljit. Google. Google. Jishnu Dilip. Jishnu Dilip. Joel. Joel. Junaid. Junaid. Minosh. 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 Absent, sir. Sinan. Absent. Niket. Present, sir. Pranav. Around chat box, please. Pranav N. Pranav N. Ritik. Present, sir. Sharath. Sharath. Srinath. Srinath. Srirag. Srirag. Sulabh. Present, sir. Sulabh. Yadushan K. Present, sir. Yadul Harish. Present, Yadul sir. Harish. Arun. Present, sir. Jishnu KV. Present, sir. Jishnu Sajeevan. Neeraj. Present, sir. Neeraj. Ranish. Present, sir. Vaishak. 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 ശരി. Google. Present, sir. ഓക്കെ. ഇതാണ് ഇതിന്റെ അറ്റൻഡൻസ്. ഇത് ഫൈനലാണ്. ഇനി ഇതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഓക്കെ. Sir, 10%. ശ്രീരാഗ് പ്രസന്റ് ഉണ്ട്. ഓക്കെ, 10 കൂടെ പ്രസന്റ് ആക്കാം. കാരണം അവർ തുടങ്ങിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടും ആളില്ലേ, പിന്നെ അങ്ങോട്ട് ആളുണ്ടായിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, കഴിഞ്ഞോ? സോൾവ് ചെയ്തോ? Sir, R1 minus 1.3. R1 yes minus 1.3 into 10 to the power 5 ഉണ്ട്. അത് മിസ്സായി പോയാ? ഇല്ല, ഉണ്ട്. Into 10 to the power 5. ഇവിടെ ഞാൻ അത് എഴുതിയിട്ടില്ല. 1 into 10 to the power 5 ഉണ്ട്. R2 0.99 into 10 raised to 5. 0.99 വരുന്നുണ്ട്. ആ 8.6 into U2 വരും അല്ലേ? മൈനസ് F2. ചിലപ്പോൾ ആ രീതിയിൽ വരുമായിരിക്കും. ഓൾമോസ്റ്റ് 0 ആണ് വേണ്ടത്. അവിടെ റിയാക്ഷൻ 0 ആണ് വരിക.
Okay. Okay, sir. അല്ല അന്ന മിസ്റ്റേക്ക് ഉണ്ട്. 0.9 into 10⁵ വരില്ലേ? എന്തോ മിസ്റ്റേക്ക് ഉണ്ടോ? ആ. ഇപ്പൊ നോക്കാം. ഓക്കെ, സോ ഇവിടെ -1.302 into 10⁵ ആണ് വരിക. ഓക്കെ, നമുക്ക് ഇനി ഇവിടുത്തെ ചെയ്യാം. R2ന്റെ കേസ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ചെയ്യാം. R2 is equal to എന്താ വരിക? 8.6 into 10⁵ into U2 വാല്യൂ. U2 എത്രയാണ് ഇവിടെ കിട്ടിയത്? U2 എത്രയായിരുന്നു? Displacement U2. 0.2325. 0.23, right. 0.23, right, minus F2. F2 value, question തന്ന value 210⁵, അല്ലേ? 2 into 10⁵. 2 into 10⁵. Okay. So 8.6 into 0.23 എത്ര വരിക? .6 into 1.9. 1.9 yes, okay, 1.9 into 10⁵ വരും, minus 2 into 10⁵. Okay, approximately നമുക്ക് 2 എന്ന് പറയാം. So okay, 0.99 something വരും അല്ലേ? 0.98 something. Okay, right. So approximately you can say that the value is 0. Right. കറക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എഴുതിക്കോ, ബട്ട് ഷുഡ് ബി 0. കാരണം നിങ്ങൾക്ക് ലോജിക് ഇത്രേ ഉള്ളൂ. റിയാക്ഷൻ അവിടെ ഫോഴ്സിന്റെ ആ പോയിന്റിൽ അതേ ഫോഴ്സ് തന്നെ ആയിരിക്കും ആ പോയിന്റിൽ റിയാക്ഷൻ വരിക, ഇത്രേ ഉള്ളൂ. ഓക്കെ, സോ അപ്രോക്സിമേറ്റ്ലി ദ വാല്യൂ വിൽ ബി 0. സിമിലർലി R3 എത്ര കിട്ടി? -669 അല്ലേ? ഇതല്ലേ? Sir, -0.69 into 10⁵. യെസ് യെസ്, ഓക്കെ, ഇത്രേ ഉള്ളൂ. സോ ഇതാണ് നിങ്ങളുടെ ഈ ഒരു പ്രോബ്ലം. ഓക്കെ, ഫൈനൽ മെത്തേഡിന്റെ പ്രോബ്ലം. നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. എന്തൊക്കെയാ? പിന്നെ ഡിസ്പ്ലേസ്മെന്റ് ഒരു പോയിന്റിലേക്കാണ്, അതേപോലെ അതിലെ പിന്നെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്തി, പിന്നെ അതേപോലെ ഫോഴ്സസ് അതിന്റെ റിയാക്ഷൻസും കണ്ടെത്തി. ഓക്കെ, സോ ഇവിടെ എല്ലാം നമ്മൾ യൂസ് ചെയ്ത ഒരു മെട്രിക്സ് മെത്തേഡ് മാത്രമാണ്. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ആൻസർ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ എക്സാക്ട് ആൻസർ. ഓക്കെ, വേണമെങ്കിൽ പിന്നീട് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ഇതേ പ്രോബ്ലം എടുത്തിട്ട് നമുക്ക് ആൻസേഴ്സിലും ചെയ്യാം. നമുക്ക് അടുത്ത ലാബ് അവറിൽ, അടുത്ത ലാബ് സെഷൻ നാളെ ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പൊ നാളെ ഉച്ചയ്ക്ക് ശേഷമുള്ള ലാബ് സെഷനിൽ നമുക്ക് ഒന്ന് ലൈവായിട്ട് ഒരു സെഷൻ എടുക്കാം. അപ്പൊ പറ്റാവുന്ന ആ ഒരു സെഷനിൽ ഞാൻ ഇതുപോലെ 1-2 ബാർ എലമെന്റ് പ്രോബ്ലം എങ്ങനെയാണ് ആൻസേഴ്സ് വെച്ചിട്ട് സോൾവ് ചെയ്യാന്ന് കാണിച്ചു തരാം. ഓക്കെ, അതേപോലെ നമ്മുടെ ലാബിലെ ഒരു ക്വസ്റ്റിനും നമുക്ക് അതിൽ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോഴത്തേക്ക് ഫെമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെക്കുക. ഓക്കെ, റൈറ്റ്, ഫൈൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ഒന്നുകൂടെ ക്ലാരിറ്റി ആണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഓക്കെ, സോ ഇത് ഇപ്പൊ ഞാൻ തരാൻ പോകുന്ന ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത 5th മൊഡ്യൂളിലെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇന്ന് എത്രത്തോളം ഇവിടെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കംപ്ലീറ്റ് ആക്കും. ബാക്കി നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്തോളാം. ഓക്കെ, ബാക്കി പെൻഡിങ് എത്ര ചെയ്യാനുണ്ടോ അത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, സോ ഇത് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ആണ്. സോ നോട്ട് ഓൺ ദ ക്വസ്റ്റ്യൻ. A thin steel plate of uniform thickness. Thin steel plate of uniform thickness 25 mm is subjected to a point load of 500 Newton at mid depth as shown in the figure. The plate is also subjected to self-weight. Subjected to self-weight. If Young's modulus E is equal to 2 into 10⁵
Newton per mm square, and unit weight density 0.8 into 10 to the power minus 4 Newton per millimeter square. Calculate first one, displacement at each nodal point. Each node. Second one, stresses in each element. Stresses in each element. Diagram ഇവിടെ വരക്കാം. Okay. ഇത്തരത്തിലൊരു ബാറാണ്. Okay. വലിയ സൂത്രക്കാണ് ഇത് 100 mm. ഇതും 100 mm. ഇതും 100 mm. And width of this one 50 mm. Thickness എത്രയാണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 50 mm. ലോഡ് ആക്ട് ചെയ്യുന്നത് 500 ന്യൂട്ടൺ. ഇത്രയാണ് കണ്ടീഷൻ. നോട്ട് ചെയ്തോ? Yes, sir. അല്ലേ? സോ ഇത് കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഓക്കെ, കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ഡിഫറെന്റ് ഇൻ ദ സെൻസ് ഇവിടെ നമ്മളോട് ചോദിച്ച ചോദ്യം ഇങ്ങനെ വരുന്നു. ഒന്ന് കറക്റ്റ് ആയിട്ട് എന്റെ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇങ്ങനെ വരുന്നത് എ തിൻ സ്റ്റീൽ പ്ലേറ്റ്. ഓക്കെ, ഒരു തിൻ സ്റ്റീൽ പ്ലേറ്റ്. ഇത് പ്ലേറ്റ് ആണ്, സർക്കുലർ ക്രോസ് സെക്ഷൻ ഉള്ള പ്ലേറ്റ് ആണ്, ചെറിയ പ്ലേറ്റ് ആണ്. ഓക്കെ,
of uniform thickness, yes, 25 mm ആണ് അതിന്റെ thickness, is subjected to a point load of 500 Newton എവിടെ at the midpoint as shown in the figure. The plate also subjected to self weight. Okay, so എന്ന് വെച്ചാൽ ഈ ഒരു പ്ലേറ്റ് ഒരു ഫിക്സ്ഡ് പോയിന്റിൽ ഇതിപ്പം തൂക്കിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലെ, നമുക്ക് വെർട്ടിക്കൽ ആയിട്ട് ഹാങ് ചെയ്ത ഒരു അവസ്ഥയിലുള്ള അതിൽ ഈ ഒരു പോയിന്റിൽ 500 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ എന്താണ് ഇത് ഫസ്റ്റ് എലമെന്റ് ഇതിന്റെ സെൽഫ് വെയിറ്റ് എന്ന് വെച്ചാൽ ആ ബോഡിയിൽ അതൊരു സ്റ്റീൽ മെറ്റീരിയൽ ആണ്. അപ്പൊ സ്റ്റീൽ മെറ്റീരിയലിന്റെ ആ സ്വന്തം അതിൻ്റെതായ വെയിറ്റ് കൊണ്ടും അവിടെ ഒരു ഡീഫോർമേഷൻ ഉണ്ടാവും. അപ്പൊ സെൽഫ് വെയിറ്റും കൂടെ കൺസിഡർ ചെയ്യണമെന്നാണ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്താണ് സെൽഫ് വെയിറ്റിന്റെ ഇക്വേഷൻ? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടോ പഠിച്ചിട്ടോ ഉണ്ടോ സെൽഫ് വെയിറ്റ്? ഒരു ഡീഫോർമേഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു സെൽഫ് വെയിറ്റ് എങ്ങനെയായിരിക്കും ധാരണയുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയാം. ഡെൻസിറ്റി ഇൻടു വോളിയം. യെസ്, എക്സാക്ട്ലി അല്ലേ. ഡെൻസിറ്റി ഇൻടു വോളിയം അല്ല, ഡെൻസിറ്റി ഇൻടു വോളിയം എന്ന് പറയാൻ പറ്റില്ല. ഫോം എ റോ എ എൽ ഇൻടു വോളിയം എന്നുള്ള ഫോമിൽ തന്നെ വരിക. പക്ഷെ അതിന്റെ കറക്റ്റ് കൺസെപ്റ്റ് ഞാൻ നെക്സ്റ്റ് ഡേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ ഒരു ബോഡിയിൽ ഒരു ഒബ്ജക്റ്റിന്റെ കേസിൽ അതിന്റെ സെൽഫ് വെയിറ്റ് കൊണ്ടുണ്ടാകുന്ന ഡീഫോർമേഷൻ നമുക്ക് അതിന്റെ എക്സ്റ്റേണൽ ലോഡ് കൊണ്ടുണ്ടാകുന്ന ഡീഫോർമേഷൻ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിന്റെ സെൽഫ് വെയിറ്റിന്റെ കേസിലായതുകൊണ്ട് തന്നെ വിൽ ബി കൺസിഡറിങ് നമുക്ക് ഇതിന്റെ മാസിനാണ് കൺസിഡർ ചെയ്യാം അല്ലെ, ഒരു ബോഡിന്റെ ഇന്റീരിയർ ബോഡിയിലുള്ള അതിന്റെ മാസിനെ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഫോം ഇസ് സംതിങ് ലൈക്ക് ദിസ് റോ എ എൽ ബൈ 2 ആണ് ഇതിന്റെ എന്താ പറയാ സെൽഫ് വെയിറ്റ്. ഇതിന്റെ ഡീഫോർമേഷൻ ഡ്യൂ ടു എന്താ പറയുക ഫോഴ്സ് ഡ്യൂ ടു ഫോഴ്സ് ആക്ടിങ് ഡ്യൂ ടു സെൽഫ് വെയിറ്റ് എന്ന് പറയുന്നത് F is equal to rho AL divided by 2 is your equation, where rho is the density, A is the cross sectional area and L is the length. ഇതൊന്ന് നോട്ട് ചെയ്യാം. Rho is the density of the material, is the cross sectional area and L is the length. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ പ്രൊസീജിയറിലേക്ക് തന്നെ പോവാം. സോ ഇതിനെ ഈ എൻറ്റയർ ബോഡീനെ നമുക്ക് ഇപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് എത്ര നോഡായിട്ട് ഡിവൈഡ് ചെയ്യണം എന്ന് സോൾവ് ചെയ്യണമെങ്കിൽ എത്ര നോട്ട്സ് ആയിട്ട് എത്ര നോട്ട്സ് മിനിമം നമുക്ക് എത്ര നോട്ട്സ് വേണ്ടി വരും? 3 നോട്ട്സ്, എക്സാക്ട്ലി റൈറ്റ്. സോ നമുക്ക് 3 നോട്ട്സ് ഫോം ചെയ്യാം. ഓക്കെ, 3 നോട്ട്സ് നോക്കിയാൽ ഫസ്റ്റ് നോട്ട്, സെക്കൻഡ് നോട്ട് ആൻഡ് തേർഡ് നോട്ട്. ഓക്കെ, ഇത് എൻ്റെ ഫസ്റ്റ് നോഡാണ്, സെക്കൻഡ് നോഡാണ്, തേർഡ് നോഡാണ്. ഓക്കെ, അതേപോലെ ഇതാണ് എൻ്റെ ഫസ്റ്റ് എലമെന്റ്, ഇതാണ് എൻ്റെ സെക്കൻഡ് എലമെന്റ്. ഓക്കെ, സോ ഇവിടെ ഈ ഫസ്റ്റ് എലമെന്റിനും ഒരു സെൽഫ് വെയിറ്റ് ഉണ്ട്, സെക്കൻഡ് എലമെന്റിനും ഒരു സെൽഫ് വെയിറ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റിഫ്നെസ് മെട്രിക്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ ഫോഴ്സ് അങ്ങ് ഫൈനലൈസ് ചെയ്യാം. ഓക്കെ, ഫോഴ്സസ് ആക്ടിങ് അറ്റ്, അപ്പൊ നമുക്ക് എക്സാക്ട് ആയിട്ട് ഫോഴ്സ് ആക്ടിങ് അറ്റ് പോയിന്റ് 1, ഫോഴ്സ് ആക്ടിങ് അറ്റ് പോയിന്റ് 2, ഫോഴ്സ് ആക്ടിങ് അറ്റ് പോയിന്റ് 3 കണ്ടെത്താം. ഓക്കെ, സോ അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന പ്രോസസ്. ഓക്കെ, ഫോഴ്സസ് അറ്റ് നോട്ട്സ് എത്രയാണെന്ന് കണ്ടെത്താം. ഇതിപ്പം സെൽഫ് വെയിറ്റ് വരുന്നില്ല എങ്കിൽ സുഖമായിരുന്നു. കാരണം എന്താ, പോയിന്റ് 1 ഫോഴ്സ് 0 ആണ്, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല. പോയിന്റ് 2 500 ആണ്, പോയിന്റ് 3 വേറെ ഫോഴ്സ് ഒന്നുമില്ല. പക്ഷെ ഇവിടെ പ്രശ്നം വന്നത് സെൽഫ് വെയിറ്റും കൂടെ കൺസിഡർ ചെയ്യണമെന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് വേണം, ഓരോ പോയിന്റിലും എനിക്ക് ഈ സെൽഫ് വെയിറ്റ് കൊണ്ട് ഉണ്ടാവുന്ന ഫോഴ്സ് എത്രയാണെന്ന് കൂടെ കാണണം. ഓക്കെ, സോ ഇഫ് യു കൺസിഡർ ദ എലമെന്റ് 1 your forces will be of the form, നമുക്ക് രണ്ട് ഫോഴ്സ് ആവില്ല, F1 ഉം F2 എന്ന് പറഞ്ഞ രണ്ട് ഫോഴ്സസ്, രണ്ട് നോഡിലെ ഫോഴ്സസ് കൺസിഡർ ചെയ്യണം whether it is there or not. Okay, so this is equal to ഇവിടെ സെൽഫ് വെയിറ്റ് കൊണ്ട് ഉണ്ടാകുന്ന ഡിഫോർമേഷൻ ആയതുകൊണ്ട് this is nothing but rho1 A1 L1 by 2 into 1 കാരണം രണ്ട് പോയിന്റിലും ഈ റോ എ എൽ ബൈ 2 കൊണ്ട് ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് ഉണ്ടാവുക, പോയിന്റ് 1 പോയിന്റ് 2 റൈറ്റ്. Now similarly for the element 2, okay, for the element 2 similarly നമുക്ക് എടുക്കാം the force F2 F3 ആണ്. So that is equal to എന്താണ്, rho 2 second element rho 2 A2 L2 divided by 2 into 1
1. So corresponding to F2 rho A2 L2 by 2 ആണ്. Similarly corresponding to F3 rho A2 L2 by 2 ആണ്. Okay. So density value തന്നിട്ടുണ്ട്, cross sectional value തന്നിട്ടുണ്ട്, length value എല്ലാം തന്നിട്ടുണ്ട്. You can directly substitute all those values and find the force corresponding to F1 and force corresponding to F2. Similarly, force corresponding to F3 and force corresponding to F2 and F3. Okay. രണ്ട് കേസും ഇവിടെ കാണാം. Okay. So for the element 2. Okay. Now ഇവിടെ കഴിയുന്നില്ല. ഓക്കെ സോ ഇത് ഡ്യൂ ടു സെൽഫ് വെയിറ്റ് ആണ്, ഫോഴ്സസ് ആക്ടിംഗ് അറ്റ് നോട്ട്സ്. ഞാൻ ഇവിടെ ഇതിന്റെ ഒരു കേസ് 1 എന്നുള്ള രീതിയിൽ സെൽഫ് വെയിറ്റിന്റെ കേസ് മാത്രം എടുക്കാം. ഓക്കെ, കേസ് 1 കൺസിഡറിങ് സെൽഫ് വെയിറ്റ്. ഓക്കെ, നൗ if I consider the self weight, എനിക്ക് ഇതിനെ ഒരു കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മെട്രിക്സ് വാല്യൂ കിട്ടും, ഒരു 2/1 മെട്രിക്സ് കിട്ടും. സിമിലർലി ഇവിടെയും സോൾവ് ചെയ്താൽ എനിക്കൊരു വാല്യൂ കിട്ടും. ഓക്കെ, നൗ I can form since there are 3 nodes, നമുക്ക് എന്തുണ്ടായിരിക്കണം, ഒരു 3/3 മെട്രിക്സ് ആണ് സ്റ്റിഫ്നെസ് വരുന്നത്. അതുകൊണ്ടാണ് F1 F2 F3 ഉണ്ടാവും. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ് അതിന്റെ ഫോം എന്ന് പറയുന്നത്, എന്തുണ്ടാവും, F1 വാല്യൂ ഇവിടെ ആഡ് ചെയ്യുക പ്ലസ് F2 പ്ലസ് ഈ F2. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെയും സം വാല്യൂ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് F2 സം F2 ഡാഷ് ഞാൻ എഴുതാണ് ആൻഡ് F3. ഓക്കെ, അങ്ങനെ 3 ഫോഴ്സ് കിട്ടും. ഓക്കെ, സോ ഇത് കംപ്ലീറ്റ് കേസ് 1 ഫോർ സെൽഫ് വെയിറ്റിന്റെ കേസ് മാത്രമാണ് ഇത്. ഓക്കെ, ഇത് കൂടാതെ എന്ത് വേണം, യു ഹാവ് ടു കൺസിഡർ the external force as well. Okay, external force as well. Okay, so when you consider the external force എവിടെയാണ്, പോയിന്റ് 2ലാണ് external force ആക്ട് ചെയ്യുന്നത്. എത്രയാണ് അത് ആക്ട് ചെയ്യുന്നത്, 500 ന്യൂട്ടൺ ഫോഴ്സ് ആണ് at point 2 ആക്ട് ചെയ്യുന്നത്. സോ ടു ദിസ് വൺ, ഈ കിട്ടിയ റിസൾട്ടിനെ, ഇവിടെ നമുക്ക് കിട്ടിയ റിസൾട്ടിന്റെ കൂടെ F2നെ യു ഹാവ് ടു ആഡ് 500. ഓക്കെ, സോ അത്രയും ചെയ്ത് കഴിഞ്ഞാലാണ് ഇവിടെ എൻറ്റയർ ഫോഴ്സ് മെട്രിക്സ് കംപ്ലീറ്റ് ആകും. ക്ലിയർ ആണോ ഈ പറഞ്ഞത്? റൈറ്റ്. ഓക്കെ, സോ ഇതാണ് ഇതിലെ ഹിന്റ്. ബാക്കിയെല്ലാം സെയിം ആണ്. ബാക്കിയെല്ലാം കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേ പ്രോസസ് തന്നെ ചെയ്യാനുള്ളത്. ഈ എക്സ്റ്റേണൽ ഫോഴ്സ് വെച്ചിട്ട് ഒരു ഫോഴ്സ് മെട്രിക്സ് ഫോം ചെയ്യാം. അതിനുശേഷം സ്റ്റിഫ്നെസ് മെട്രിക്സ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേ പ്രൊസീജിയർ ആണ്. ഡിസ്പ്ലേസ്മെന്റും കഴിഞ്ഞ ഇതിൽ ചെയ്ത അതേ പ്രൊസീജിയർ ആണ്. ഫൈനലി ഇതിൽ എന്ത് വേണം, ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, യുവർ U1 is 0 അല്ലെ. ഇത് ഇവിടെയാണ് U1 ഉണ്ടാവുക, ഇവിടെയാണ് U2 ഉണ്ടാവുക, ഇവിടെയാണ് U3 ഉണ്ടാവുക. U1 മാത്രം 0 ആയിരിക്കും. ഓക്കെ, ബാക്കി എല്ലാ വാല്യൂസും ഉണ്ടാവും. സോ നമുക്കൊരു ഫൈനലി 3/3 മെട്രിക്സ് നമുക്കൊരു 2/2 മെട്രിക്സ് ആക്കിയിട്ട് ഫോം ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ വരും. ഓക്കെ, സോ ഫോഴ്സ് മെട്രിക്സ് F1 F2 F3 is equal to some stiffness matrix into U1 U2 U3 എന്നുള്ള ഫോമിൽ വരും. U1 0 ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം യു ക്യാൻ എലിമിനേറ്റ് ആൻഡ് ദിസ് വൺ ഓൾസോ യു ക്യാൻ എലിമിനേറ്റ്. അപ്പൊ എന്തായി, F2 F3 is equal to ഈ ഒരു ചെറിയൊരു മെട്രിക്സ്, 2/2 മെട്രിക്സ് മാത്രം ഉണ്ടാവും. യു ക്യാൻ സോൾവ് ദിസ് ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഫോർ U2 ആൻഡ് U3. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ഈച്ച് നോഡ്. ഓക്കെ, U1 നമുക്ക് ഓൾറെഡി അറിയാം 0 ആണ്, U2 U3 കിട്ടും. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രെസ് അറ്റ് ഈച്ച് എലമെന്റ് ഡയറക്റ്റ് ആയിട്ട് കാണാം. ഓക്കെ, സോ ഇതിൽ ആ കൂടെ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ സെൽഫ് വെയിറ്റ് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞതാണ്. അപ്പൊ സെൽഫ് വെയിറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ യുവർ ഇക്വേഷൻ വിൽ ബി ദിസ് ഇക്വേഷൻ യു ഹാവ് ടു കൺസിഡർ. ഓക്കെ, റൈറ്റ്, ഇത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? ചെയ്യില്ലേ? ഓക്കെ, ഇത്രേ ഉള്ളൂ മെയിൻ ആയിട്ട് നിങ്ങളെ ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. നമുക്ക് ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം, കാരണം നമ്മുടെ S8കാരുടെ യൂണിവേഴ്സിറ്റി എക്സാം ആണ് 9:30 ശേഷം. ഡിസൈൻ ആണ്